ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വസ്തു സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങളാൽ പലരും പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തക്കതായ ക്ലയൻറ്റിനെ കിട്ടുന്നതിനും എല്ലാം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ വസ്തുവിന്മേൽ കർത്താവ് ഇടപെട്ട്, വിൽക്കാനുള്ള വസ്തുവിന്മേൽ കർത്താവ് ഇടപെട്ട് അവിടുന്ന് നിങ്ങൾക്ക് എല്ലാം ലാഭകരമായ രീതിയിൽ ക്രയവിക്രയം ചെയ്യുന്നതിന് കർത്താവ് ഇന്ന് കൃപ നൽകട്ടെ. വചനം പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികൾ കർത്താവിൽ ഭാരമേൽപ്പിക്കുക, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊള്ളും. സമസ്ത സ്രഷ്ടാവായ ദൈവം, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ദൈവത്തിൻ്റെതാണ്. അതിനാൽ നിങ്ങളുടെ ഓരോ അധ്വാനവും, നിങ്ങളുടെ ഓരോ ആവശ്യവും എല്ലാം കർത്താവിന് അറിവുള്ളതാണ്. നിങ്ങൾക്ക് കർത്താവ് ദാനമായി നൽകിയ ഭൂമി, അത് വിൽക്കുന്നതിനോ അത് വാങ്ങുന്നതിനോ ആവശ്യമായ ജ്ഞാനവും വിവേകവും നൽകി ബുദ്ധിപൂർവമായ ഇടപാടുകൾ നടത്തി നിർമ്മലമായ രീതിയിൽ, സമാധാനപരമായ രീതിയിൽ ക്രയവിക്രയം ചെയ്യുന്നതിനും കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുക. ഇന്ന് പ്രത്യേകമായി നിങ്ങൾക്ക് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അത് വ്യക്തിപരമായി ഈ സമയം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തിത്തരാൻ പോകുന്നു. വിശ്വാസത്തോടെ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 24:1 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഏറ്റവും കാരുണ്യവാനും മഹോന്നതനുമായ ദൈവമേ, ഇന്ന് ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് നീ നൽകിയിരിക്കുന്ന ഈ അവസരത്തെ, പുതിയ അവസരത്തെ ഏറ്റവും ദൈവഭയത്തോടെയും ദൈവവിശ്വാസത്തോടെയും ദൈവഭക്തിയോടും കൂടെ കർത്താവ് നൽകിയ ഈ ദിവസം കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ ചെലവഴിക്കുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ പദ്ധതികൾ വിഭാവന ചെയ്ത് തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ, കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ അധ്വാനിക്കുവാൻ കർത്താവെ, ഇന്ന് ഈ ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവഭൂമിയും അതിലെ സമസ്തവും കർത്താവിൻ്റേതാണ്. അതിനാൽ ദൈവമേ, ഇന്ന് ഭൂമി വിൽക്കുന്നത് സംബന്ധിച്ച എല്ലാവരുടെയും ആവശ്യങ്ങളെ, സ്വന്തമായി ഭൂമിയുള്ളവരെയും
സ്വന്തമായി വാങ്ങാൻ പോകുന്നവരെയും ഇന്ന് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭൂമി വിൽക്കാനുള്ളവരുടെ ഭൂമിയെ സമർപ്പിക്കുന്നു. കർത്താവെ, അതിന്മേലുള്ള എല്ലാ ശാപദോഷ ബന്ധനങ്ങളും അത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഭൂമിയെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, പൂർവികരിൽ കൂടി ഞങ്ങൾക്ക് കിട്ടിയ നിന്റെ ദാനമായ ഞങ്ങളുടെ ഭൂമിയെ നീ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധ്വാനം കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകിയ ഭൂമിയെ ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഭൂമിയെ കർത്താവേ നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അത് ഞങ്ങൾക്ക് മുൻപേ പല വ്യക്തികൾ അത് ഉപയോഗിച്ചിരുന്നു. ഇനി വാങ്ങാൻ പോകുന്നവരും പല വ്യക്തികൾ അത് ഉപയോഗിക്കേണ്ടതാണ്. ഇവരെ എല്ലാം ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഭൂസ്വത്തിന്മേൽ നിന്റെ അധികാരം ഏറ്റെടുക്കണമേ. നിന്റെ വിശുദ്ധി ഞങ്ങളുടെ ഭൂമിയിൽ മേൽ, ഞങ്ങളുടെ വസ്തുക്കളിന്മേൽ നീ പരത്തണമേ. കർത്താവേ, ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗത്തെ, ഇന്നത്തെ അവരുടെ നിയോഗത്തെ അവിടുന്ന് പ്രത്യേകമായി ഏറ്റെടുത്ത് ഒരു വലിയ അത്ഭുതം ഇന്ന് നീ അവർക്ക് നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ അധ്വാനവും ഫലമണിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിങ്ങളുടെ അധ്വാനം സമർപ്പിക്കുക, അവിടുന്ന് നിന്റെ പദ്ധതികളെ പൂവണിയിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ അധ്വാനത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ കഴിവുകളും സമയവും പാഴാക്കാതെ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിർത്തി ഞങ്ങളെ അലസതയിലേക്കും മടിയിലേക്കും നയിക്കുന്ന ദുരാത്മാക്കളെ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ച് ബന്ധിച്ചു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ നൽകിയ സമയവും കഴിവുകളും അവസരങ്ങളും മനഃപൂർവമായി പാഴാക്കിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും യേശു നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ അവരെ ദൂരീകരിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾ ചെയ്തു തീർക്കാനുള്ള ജോലികൾ ഇന്ന് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നീ കൃപ തരണമേ. കർത്താവേ, ഒത്തിരി ജോലികൾ പെൻഡിങ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ ഇന്നത്തെ സമയം നീ ഞങ്ങൾക്ക് നൽകിയത് എല്ലാ പെൻഡിങ് ജോലികളും തീർക്കുന്നതോടൊപ്പം ഇന്ന് ചെയ്യേണ്ടതായ ജോലികളെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള വിവേകവും വിജ്ഞാനവും ആരോഗ്യവും സമാധാനവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ഫലമണിയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വന്തമായി ജോലിയില്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്ക് വേണ്ടി എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയിൽ ഒരു വരുമാന മാർഗത്തിനു വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നീ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. നീ ഈ മക്കൾക്ക് അനുയോജ്യമായ ജോലി നൽകി അതിൻ്റെ തക്ക പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അനേകർ ജോലി ചെയ്തിട്ടും മാസങ്ങളായി ശമ്പളം നൽകിയിട്ടില്ല. ഇന്ന് നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ അവർക്ക് കിട്ടേണ്ട പ്രതിഫലം തടസ്സപ്പെടുത്തിയിരിക്കുന്ന ദുരാത്മാവിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. കർത്താവേ, ഈ മക്കൾക്ക് ഇന്ന് തന്നെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി നിന്റെ ശക്തമായ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാകട്ടെ. ഇന്ന് എല്ലാം കൊണ്ടും ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാകട്ടെ. പെൻഡിങ്ങായി കിടക്കുന്ന എല്ലാ ശമ്പളവും ഇന്ന് തീർത്ത് കൊടുക്കുന്നതിന് കർത്താവ് ശക്തമായി ഇടപെട്ട് അതിന് സാഹചര്യം ഒരുക്കട്ടെ. കർത്താവെ, അത് കൊടുക്കേണ്ടവരുടെ മനസ്സിൽ ഇന്ന് നീ പ്രവർത്തിക്കണമേ. ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജോലി ചെയ്യുന്നവരാരും
കൂലിയില്ലാതെ വിഷമിക്കാൻ പാടില്ല. കർത്താവെ, നീ ഈ മക്കളുടെ ഹൃദയവേദന കാണണമേ. ഒത്തിരി അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വെറും കൈയോടെ വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയുടെയും മുഖം കാണുമ്പോൾ വേദനിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, നീ ഇന്നിവരുടെ ദുഃഖം കാണണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേൽ നീ ശക്തമായി പ്രവർത്തിക്കണമേ. ഞങ്ങളെ മുന്നോട്ട് നയിക്കാത്ത, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തി കിടത്തുന്ന, ഞങ്ങളുടെ ജോലികളെ, ഞങ്ങളുടെ അധ്വാനത്തെ, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളെ എല്ലാം തടസ്സപ്പെടുത്തുന്ന സകല ദുഷ്ടാത്മാക്കളെയും പൈശാചികതയെയും യേശുനാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. പിശാചിൻ്റെ എല്ലാ ഗൂഢതന്ത്രങ്ങളും യേശുനാമത്തിൽ എന്നേക്കുമായി പരാജയപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തു, ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തു, ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയും ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങളിൽ നീ അയച്ച് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശക്തിയറ്റുപോകുന്ന സമയം നീ ഞങ്ങൾക്ക് ബലം തരണമേ. ഇന്ന് എല്ലാ കാര്യങ്ങളും ദൈവ വിചാരത്തോടെ ചെയ്യുന്നതിന്, ദൈവമഹത്വം കാണുന്നതിന് കർത്താവെ, നിന്നോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വരെയില്ലാത്ത കുറച്ചുകൂടി കൂടുതൽ അധ്വാനിക്കുവാൻ, കൂടുതൽ ഫലം കാണാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗം കാരണം ജോലിയെടുക്കാൻ കഴിയാതെ, കയ്യിൽ പണമില്ലാതെ മാസങ്ങളായി രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി കിടന്ന കിടപ്പിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരസഹായം കൂടാതെ നടക്കാൻ, പരസഹായം കൂടാതെ ജോലി ചെയ്യുവാൻ ഈ മക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി ഇന്ന് ഇവരുടെ മേൽ നീ കരം വെച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളുടെ മേലും യേശു ഇപ്പോൾ കരം വെക്കുന്നു. നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇപ്പോൾ എല്ലാ രോഗികളും പരിപൂർണമായ സൗഖ്യം ലഭിക്കട്ടെ. അവർ ശക്തി പ്രാപിക്കട്ടെ. അവരുടെ തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. കർത്താവേ, ഇന്ന് എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വസ്തു വിൽക്കാനായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് തടസ്സം മാറ്റി കർത്താവ് തന്നെ ഇടപെട്ട് യഥാർത്ഥ ആവശ്യക്കാരനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ വില ലഭിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ. നിന്റെ കർത്തൃത്വത്തിൻ്റെ താഴെ എപ്പോഴും ഞങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കർത്താവേ, ഇന്ന് നിന്റെ പ്രഭുത്വത്തിൻ്റെ താഴെ ഞങ്ങൾ നിലകൊള്ളുന്നു. നീ ഞങ്ങളുടെ കർത്താവാണ്, നീ ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങളുടെ മേലാധിപത്യം സ്ഥാപിക്കണമേ. എന്നേക്കും നിന്റെ നിയന്ത്രണത്തിലാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളാകാൻ എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ദാനമായി നൽകിയ ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ എല്ലാം നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം നടത്തി ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവേ നിനക്ക് ഞാൻ തരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഇവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയകറ്റി എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒരു നല്ല ഹൃദയം നൽകി, നല്ല മനസ്സ് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സൈന്യം ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴുമായിരുന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ.
ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവന ഭീഷണിയായ സകലതിൽ നിന്നും ഞങ്ങളെ ഇന്ന് നീ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ, ഞങ്ങൾക്ക് ഉത്തരം നൽകിയ ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് അവിടുന്ന് സാധിച്ചു തരട്ടെ. നിന്റെ നിയോഗങ്ങളെ അവിടുന്ന് നിന്ന് സാധിച്ചു തരട്ടെ. നിന്റെ യാത്രകളിൽ അവിടുന്ന് വിജയം നൽകി ഇന്ന് എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായി കർത്താവ് ക്രമീകരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.